നമുക്ക് നാളെ വിഷു കൊണ്ടാടപ്പെടുകയാണ്. ഈ വിഷു സമയത്ത് ചൈത്രമാസത്തിലെ ചോതി നക്ഷത്രത്തിലാണ് വിഷു മേടസംക്രമം നടക്കുന്നത്. അത് 12 രാശിക്കാർക്കും സാമാന്യേന ചില ഫലങ്ങൾ നൽകുന്നുണ്ട്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗം ഉൾപ്പെട്ട മേടക്കൂറുകാർക്ക് ശനി ചാരവശാൽ 12 നിൽക്കുന്നതുകൊണ്ട് മേടസംക്രമത്തിൻ്റെ ഗുണങ്ങൾ താരതമ്യേന കുറവായിരിക്കും. അവർ പ്രാർത്ഥനയോടുകൂടി ഏതാണ്ട് 1 മാസത്തോളം പ്രാർത്ഥനയോടുകൂടി ചില പരിഹാരങ്ങൾ കർമ്മങ്ങളോടുകൂടിയൊക്കെ മുന്നോട്ട് പോകണം. വീഴ്ച ശ്രദ്ധിക്കണം. ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അതൊക്കെ കരുതലിലൂടെ പരിഹരിക്കാൻ സാധിക്കും. ഇനി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൽ അരയും വരുന്ന ഇടവക്കൂറുകാരാണ്. അവരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുന്നു. മേടസംക്രമം നടക്കുന്നവരുടെ 6ാം ഭാവരാശിയിലാണ്. ചാരവശാൽ ശനി 11 നിൽക്കുന്നു. അനുകൂല സമയമാണ്. വ്യാഴത്തിൻ്റെ ദുസ്ഥിതി ഉള്ളതുകൊണ്ട് 6ാം ഭാവരാശിയിൽ നടക്കുന്ന മേടസംക്രമത്തിൻ്റെ ഫലം ഇവർക്ക് ഗുണവും ദോഷവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകും. വലിയ നിലയിലുള്ള പുരോഗതി ദർശിക്കാനാകുകയില്ല. മേൽപ്രകാരം തന്നെ പ്രാർത്ഥനയോടുകൂടി പതിവുള്ള വഴിപാട് കർമ്മങ്ങളോടുകൂടി ഇവർ മുന്നോട്ട് പോവുക. മറ്റ് വലിയ ദോഷങ്ങളൊന്നുമില്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി മകേരത്തിലരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാൽ ഭാഗവും ചേരുന്ന മിഥുനക്കൂറുകാർക്ക് അവർക്ക് മേഷസംക്രമം നടക്കുന്നുണ്ട്. അവരുടെ 5ാം ഭാവരാശിയിലാണ്. മേടം രാശിയിലേക്ക് ഉള്ള സൂര്യൻ്റെ ചാരവശാലുള്ള പ്രവേശനം അവർക്ക് ഗുണകരമാണ്. അതുകൊണ്ട് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക വരുമാനങ്ങളുണ്ടാവും. അതുപോലെ വ്യാപാര സംബന്ധമായ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചില ഐഡിയോളജിയൊക്കെ വെച്ച് പുലർത്തി മുന്നോട്ട് പോകും. ഇവർക്ക് സധൈര്യം മുന്നോട്ട് പോകാവുന്നതാണ്. ചാരവശാൽ ചൊവ്വ 2ാം ഭാവത്തിലുണ്ട്. അല്പം ചില സാമ്പത്തിക പ്രയാസങ്ങൾ കുറച്ചു കാലത്തേക്ക് ഉണ്ടായി എന്ന് വരാം. അതൊക്കെ പരിഹരിക്കപ്പെടും. ഇനി പുണർത്തത്തിൽ മുക്കാലും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ്. അവർക്ക് ചോതി നക്ഷത്രത്തിൽ നടക്കുന്ന മേഷസംക്രമം സാമാന്യേന ദോഷമാണ്. എങ്കിൽ പോലും വ്യാഴം ചാരവശാൽ 11 നിൽക്കുന്നതുകൊണ്ടും ശനി 9ാം ഭാവത്തിലേക്ക് മാറിയതുകൊണ്ടും അവർക്ക് ഗുണഫലങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പോലും വലിയ ദോഷങ്ങൾ ഉണ്ടാകുന്നതല്ല. പതിവുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഇനി മകവും പൂരവും ഉത്രത്തിൽ മുക്കാൽ ഭാഗവും വരുന്ന ചിങ്ങക്കൂറുകാരാണ്. അവർക്ക് അവരുടെ 3ാം ഭാവരാശിയിലുള്ള ആ രാശിയിലേക്കാണ് മേഷസംക്രമത്തിൻ്റെ ഫലം വരുന്നത്. സൂര്യൻ ചാരവശാൽ അവർക്ക് 9ാം ഭാവത്തിൽ നിൽക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ പ്രതിവിധി ഉണ്ടാവും. ഗവൺമെൻറ് സർവീസുകളിൽ നിന്ന് ഉദ്ദേശിച്ച ഗുണങ്ങൾ വന്നു ചേരാനിടയില്ല. ശനി അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ടും അവിടെ ശുക്രൻ യോഗമുള്ളതുകൊണ്ട് സാമ്പത്തിക ദുശ്ചിലവും ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ശരിയായ പ്രാർത്ഥന കൊണ്ട് അത് മറികടക്കാവുന്നതാണ്. ശ്രദ്ധ, എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ്. ഇനി ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരയിൽ അരയും വരുന്ന കന്നിക്കൂറുകാരാണ്. അവരെ സംബന്ധിച്ച് കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും വ്യാഴം 9 നിൽക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ 9ലെ സ്ഥിതി അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് സർവ ദൈവികമായ ഗുണങ്ങളും ഉണ്ടാക്കുന്നു. ചാരവശാലുള്ള സൂര്യൻ്റെ സംക്രമ സമയം അവരുടെ 2ാം ഭാവത്തിലാണ് നടക്കുന്നത്. ധനപരമായിട്ട് ചില അധിക ചെലവുകൾ വന്നേക്കാമെങ്കിലും ആരോഗ്യപരമായ വിഷയങ്ങളിലോ മറ്റുള്ള കാര്യങ്ങളിലോ ദോഷങ്ങളില്ല. അവർക്ക് പതിവുള്ള പ്രാർത്ഥനകളൊക്കെ തന്നെ മതി. വേറെ ദോഷങ്ങളൊന്നുമില്ല. ഇനി ചിത്തിരയിലരയും
ചോതിയും വിശാഖത്തിൽ മുക്കാലും, ചോതി നക്ഷത്രത്തിലാണ് മേഷസംക്രമം നടക്കുന്നത്. ഈ രാശിക്കാരെ സംബന്ധിച്ച് സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിച്ചത് അവരെ സംബന്ധിച്ച് ഗുണകരമല്ല. അധമയോഗമുണ്ട്. അധമയോഗമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചില്ലെന്ന് വന്നേക്കാം. സാമ്പത്തികമായ ചില പ്രയാസങ്ങളൊക്കെ വന്നു പെട്ടേക്കാം. എങ്കിലും ശനിയുടെ രാശിമാറ്റം അവർക്ക് കുറേയധികം ഗുണം ചെയ്യുന്നുണ്ട്. വ്യാഴത്തിൻ്റെ അഷ്ടമസ്ഥിതി പതിവ് പോലെ അവർക്ക് ദോഷഫലങ്ങൾ നൽകുന്നുണ്ട്. അത്യധികം ശ്രദ്ധയോടെ കൂടി മുന്നോട്ട് പോവുക, പ്രാർത്ഥന മുടക്കാതിരിക്കുക. ഇനി വിശാഖത്തിൽ കാലും തൃക്കേട്ടയും അനിഴവും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് അവർക്ക് മേഷസംക്രമം നടക്കുന്നവരുടെ 12-ാം ഭാവരാശിയിലാണ്. മേഷസംക്രമം നടക്കുന്നത് മേടൻ രാശിയിലാണെങ്കിൽ പോലും ചോതി നക്ഷത്രത്തിലായതുകൊണ്ട് ചാരവശാൽ ചന്ദ്രൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക, കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക. എങ്കിൽ പോലും ശനിയുടെ രാശിമാറ്റവും വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതിയും അവർക്ക് അനുകൂലമാണ്. മെയ് 20-ന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട സാഹചര്യമുണ്ടാകും. പതിവുള്ള പ്രാർത്ഥന മുടക്കാതിരിക്കുക, മുന്നോട്ട് പോവുക. മൂലവും പുരാടവും ഉത്രാടത്തിൽ കാൽഭാഗവും ഉൾപ്പെട്ടതായിരിക്കും ധനുക്കൂറുകാർക്ക് മേടസംക്രമം നടക്കുന്ന 5-ാം ഭാവരാശിയിലും ചന്ദ്രചാരവശാൽ അത് 11-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് ധനുരാശിക്കാരെ സംബന്ധിച്ച് ഗുണകരമാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ഐഡിയോളജിക്കലായിട്ടുള്ള വർക്കുകളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഏതാണ്ട് ധനുരാശിക്കാർക്ക് വ്യാഴം അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. മെയ് 20-ന് ശേഷം ഇവർക്ക് പതിവിലേറെ ഗുണങ്ങൾ വന്നു ചേരുന്നതാണ്. ഇപ്പോഴുള്ള വ്യാഴത്തിൻ്റെ ദുസ്ഥിതിക്ക് പ്രാർത്ഥന മുടക്കാതിരിക്കുക, പതിവുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തിൽ അരയും വരുന്ന മകരക്കൂറുകാർ അവരെ സംബന്ധിച്ച് അവരുടെ 4-ാം ഭാവരാശിയിലാണ് മേഷസംക്രമം നടക്കുന്നത്. അവരുടെ 10-ാം ഭാവരാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചാരവശാൽ. അപ്പോൾ അവിടെ അധമയോഗമുണ്ട്. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. അമിതമായ ആത്മവിശ്വാസം മൂലം അപകടത്തിൽ ചാടാതിരിക്കുക. പതിവുള്ള പ്രാർത്ഥനയൊക്കെ മതി. വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതിയുണ്ട്. മകരത്തിൽ അവിട്ടത്തിലരയും ചതയവും പുരുട്ടാതിയും വരുന്ന കുംഭക്കൂറുകാർക്ക് സൂര്യൻ 3-ാം ഭാവരാശിയിലാണ് മേഷസംക്രമം നടക്കുന്നത്. അതിൻ്റെ 9-ാം ഭാവരാശിയിലാണ് ചാരവശാലുള്ള ചന്ദ്രൻ്റെ സ്ഥിതി വരുന്നത്. അതുകൊണ്ട് ഈ രാശിക്കാർക്ക് മേഷസംക്രമം അനുകൂലമാണ്. ശനി ജന്മരാശിയിൽ നിന്ന് 2-ാം ഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. വിവാഹപരമായ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. പൂരുട്ടാതിൽ കാലും ഉത്രട്ടാതിയും രേവതിയും വരുന്ന മീനക്കൂറുകാർക്ക് മേഷസംക്രമം അനുകൂലമാണ്. അവരെ സംബന്ധിച്ച് വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നുണ്ട്. പൂർണ്ണമായും അനുകൂലമാവണമെങ്കിൽ മെയ് 20-ാം തീയതി കഴിയണം. അതിനുശേഷം അവർക്ക് ഇപ്പോഴുള്ള ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും. അടുത്ത വർഷം വരെ ഒരു ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോഴുള്ള ദുരിത ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ആരോഗ്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇരിക്കുന്ന സ്ഥാനങ്ങളിലോ എടുക്കുന്ന കർമ്മങ്ങളിലോ ഒരു സ്ഥാനഭ്രംശം വന്നേക്കാം. ഒരു ശ്രദ്ധ അത്യാവശ്യമാണ്. പ്രാർത്ഥന മുടക്കാതിരിക്കുക, പതിവ് പരിഹാരങ്ങൾ ചെയ്യുക. ഇത്രയുമാണ് നമുക്ക് ഈ മേഷസംക്രമം കൊണ്ട് ഉള്ളതായിരിക്കുന്ന ഫലങ്ങൾ. വിഷു ഫലം അനുസരിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരകർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. യാതൊരു കാരണവശാലും അലസതയും അകർമ്മണ്യതയും വെച്ച് പുലർത്താതിരിക്കുക. അഗ്രസീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം കരുതലുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ പ്രാവശ്യത്തെ വിഷു സംക്രമം എല്ലാവർക്കും
ഗുണപ്രദമായ രീതിയിലാണ് വരുന്നത്. എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ഒരു മാറ്റമുണ്ട് മെയ് 20-ാം തീയതിക്ക് ശേഷം. ആ മാറ്റത്തോടുകൂടി അടിസ്ഥാനപരമായ ചില പരിവർത്തനങ്ങൾ ലോക സമൂഹത്താകെ ഉണ്ടാകും. അതോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ പുതിയ വിദ്യാഭ്യാസം നേടിയവരും പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്കും ഒക്കെ അവസരങ്ങളുണ്ടാകും. എല്ലാം ശുഭപ്രദമായി കലാശിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഗ്രഹചാരങ്ങൾ എന്നും മനുഷ്യനെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥന മുടക്കാതിരുന്നാൽ ഒരു കാരണവശാലും ആപത്തുകൾ നമ്മളെ തേടിയെത്തുകയില്ല. എല്ലാവർക്കും വിഷു ആശംസിക്കുന്നു, ഹൃദയംഗമമായ വിഷു ആശംസിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവുമായ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.